നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, കുഞ്ഞിന് ഫുഡ് കൊടുത്തോ? കുഞ്ഞുറക്കല്ലേ, ഉണർന്നിട്ട് കൊടുക്കാം. ഉണരട്ടെ. ഇന്നെന്താ ചപ്പാത്തിയും ചിക്കനും ആണോ? എന്താ അത് പോരെ നിനക്ക്? മതി മതി. എന്താണെന്ന് തിരക്കുന്നേ ഉള്ളൂ. വിളമ്പി കൊടുക്കും മോളെ. രണ്ടെണ്ണം മതിയോ? മതി മതി. കാർത്തി, മൈഥിലിയോ? ഫുഡ് കഴിച്ചോ? ഇല്ല. എന്നാ കഴിക്ക്. മീനാക്ഷി, നീ കൂടെ ഇരിക്ക. ഇല്ല, ഞാനിരിക്കുന്നില്ല. മൈഥിലിയോട് ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞത് പഴയ ബന്ധമൊന്നും ഓർത്തിട്ടല്ല. എല്ലാവർക്കും അറിയാം ഇവൾ ഇവിടുത്തെ ഗസ്റ്റ് ആണെന്ന്. ഡിവോഴ്സ് കഴിയുന്നത് വരെ ഇവൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. മീനാക്ഷി, ആഹാരം കൊടുക്ക. അവളുടെ കൈ ഒടിഞ്ഞിട്ടൊന്നുമില്ല, എടുത്തു കഴിച്ചോളൂ. അതിഥികൾ ആരാണെങ്കിലും ആഹാരം കൊടുക്കുമ്പോ അവരോട് മര്യാദ കാണിക്കണം. ഞാനിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു കാർത്തി. വോമിറ്റിംഗ് ആയിരുന്നു. എനിക്കാരോ പോയിസൺ കലക്കി തന്നു പായസത്തില്. പായസത്തില് പോയിസൺ കലക്കി തന്നോ? അത്തരം ആൾക്കാരൊന്നും ചെമ്പകമംഗലത്തില്ലല്ലോ. ഞാൻ പറയുന്ന സത്യം കാർത്തി. അല്ലെങ്കിൽ മീനാക്ഷിയോട് ചോദിച്ചു നോക്ക്. മീനാക്ഷിയെ പായസം ഉണ്ടാക്കിയത്. ഇന്നിവിടെ പായസം ഉണ്ടാക്കി. ഏട്ടനത് കുടിച്ചതല്ലേ? എല്ലാവരും അത് കുടിച്ചു. പിന്നെ ഇവക്ക് മാത്രം അതിൽ പോയിസൺ ഉണ്ടെന്ന് തോന്നിയത് എന്താ? മീനാക്ഷി ഉണ്ടാക്കിയ പായസമാണെന്നും പറഞ്ഞ് മാലതി അമ്മായി എനിക്കത് കൊണ്ടുതന്നത്. ഇനി മാലതി ചെറിയമ്മ അതിൽ വല്ലതും കലക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സാരമില്ല മൈഥിലി, ഇപ്പൊ അത് മാറിയല്ലോ. തീർത്തും മാറിയിട്ടില്ല. എന്നാലും ഭക്ഷണം കഴിക്കുക. തീർത്തും കുറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം. അതിനുള്ള ഏർപ്പാടൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ അരിഷ്ടം കൊടുത്തിരുന്നു, അതുകൊണ്ടാ കുറെ കുറഞ്ഞത്. ശരി, മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.